ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പാല് കൊണ്ട് മയോണൈസ് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേട്ടോ. യൂട്യൂബ് ചാനൽ കണ്ട് തന്നെ ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. 1-2 വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പാലിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ 1 ഗ്ലാസ് പാല് മാത്രമാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് പാല് അത് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് അരമുറി നാരങ്ങാ നീരൊഴിച്ചു. അത് നന്നായിട്ട് പിരിഞ്ഞ് വന്നപ്പോൾ നമ്മളത് ഒരു അരിപ്പയിലോട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ആയാലും മതി കേട്ടോ. അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയ ശേഷം നമുക്കിതിലേക്ക് 1 ഗ്ലാസ് തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങ നീരിനകത്തുള്ള അധികമായിട്ടുള്ള പുളിപ്പോ ആ മണമൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി വാഷ് ചെയ്യുന്നത്. നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നു പോയ ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുത്തൽ ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു കഷ്ണം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം മിക്സിയുടെ അടിയിൽ പറ്റിയിരിക്കാനേ ഉള്ളൂ. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. 1 ഗ്ലാസ് പാലിൽ നമുക്ക് ഇത്രത്തോളേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ 1 കവർ പാലൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടിയേനെ. ഇതിപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് അഥവാ ഫ്ലോപ്പായി പോയാലോ വെറുതെ പാഴി കളയണ്ട, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി എടുത്തതാണേ. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മയോണൈസിൻ്റെ അതേ ടെക്സ്ചറിലുള്ള മയോണൈസ് തന്നെ, അതേ ടേസ്റ്റ് തന്നെ കേട്ടോ നമുക്ക് കിട്ടും. അത് അത്യാവശ്യം ഹെൽത്തിയാണ്. വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. കുറേ ഓയിലോ ഒന്നും ചേരാത്തതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കൂടി കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള മയോണൈസാണിത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ജസ്റ്റ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്